സീരിയസ് ആയിട്ടൊരു സംഭവം. അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ. അതിൻ്റെ അകത്ത് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഈ സബ്ജക്റ്റ് ഒരാൾ ഇക്കണോമിക്സ് പഠിച്ചു, പിന്നെ അയാൾ ജീവിതകാലം മുഴുവൻ തന്നെ എക്കണോമിക്സ് പഠിക്കണം എന്നൊന്നുമില്ല. അയാൾ ചിലപ്പം അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വേറൊരു പൊളിറ്റിക്സിലേക്ക് പോയി, ഹിസ്റ്ററിയിലേക്ക് പോയി, ചിലപ്പോൾ കെമിസ്ട്രിയിലോട്ട് പോയെന്നിരിക്കും. അയാൾ ഏത് ലെവലിലാണോ അയാളുടെ പ്രൊഫഷൻസി, ആ ലെവലിൽ അയാൾക്ക് അയാളുടെ അക്കാഡമിക് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫ്ലൂയിഡിറ്റി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ സംസ്ഥാന വൈസ് ചാൻസലർമാരുടെ നിയമത്തിലുള്ള പരിപൂർണ അധികാരം ഏകദേശം ഗവർണർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു. സംസ്ഥാന സർക്കാർ പണം മുടക്കി ഉണ്ടാക്കിയ സർവകലാശാല, അതിൻ്റെ ഫങ്ഷനിങ്ങുള്ള മിക്കവാറും കാര്യങ്ങൾ പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. വളരെ സ്പെസിഫിക് പ്രോജക്റ്റുകളിൽ മാത്രമാണ് UGC കേന്ദ്ര സർക്കാർ അതിന് പണം കൊടുക്കുന്നത്. അതിലെ വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഒരധികാരവും സംസ്ഥാന സർക്കാരിനില്ല. ഇപ്പോൾ പുതിയതനുസരിച്ച് UGCയുടെ ഒരു പ്രതിനിധി, ചാൻസലറുടെ ഒരു പ്രതിനിധി, സർവകലാശാലയുടെ ഒരു പ്രതിനിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-ൽ 2 പേര് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും ഒരാൾ സർവകലാശാലയുടെ പ്രതിനിധി. ഈ പണം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് അതിനകത്ത് ഒരു റോളും ഇല്ല. മാത്രമല്ല ചാൻസലറുടെ പ്രതിനിധിയാണ് അധ്യക്ഷൻ. അധ്യക്ഷൻ. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ ചാൻസലർക്ക് നിയമിക്കാം. മലയാള മനോരമ ഹെഡ്ലൈൻ സർക്കാരിന് തിരിച്ചടി. ഏത് സർക്കാരിനാണ് തിരിച്ചടി? ഇപ്പം ഞാൻ പറയാം, ഇതിൻ്റെ അകത്തൊരു ഇപ്പം വയനാട്ടിലെ കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത് അൾട്ടിമേറ്റ്ലി അത് കോൺഗ്രസിനാണ് ദോഷം ചെയ്യുക പാർട്ടി പൊളിറ്റിക്സാണ്. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ, സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഏതൊക്കെ നിയമമാകണം എന്ന് തീരുമാനിക്കാനുള്ള ഒരവകാശവും ഗവർണർക്കില്ല ഭരണഘടനാപരമായിട്ട്. ഇങ്ങനെ ഗവർണർ അതിൻ്റെ പുറത്തിരുന്ന് അയാൾക്ക് തോന്നുന്ന ബില്ലുകൾ പാസ്സാക്കുന്നതിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതി കേസിന് പോയി. ഞാനിതെനിക്ക് വന്നൊരു 1050ാമത്തെ പ്രാവശ്യമായിരിക്കും ഇത് പറയുന്നത്, പക്ഷെ അത് പറയാതിരിക്കാൻ കേസിന് പോയി. അപ്പം നമ്മൾ അന്ന് ജീവിച്ചിരുന്ന ഫലി എസ് നരിമാനെ നമ്മൾ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ ഫീസ് കൊടുക്കും കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. നമ്മളെ കേസ് ഓൾമോസ്റ്റ് ജയിച്ചു. കേരളത്തിലെ 2 ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ വാർത്തയായിരുന്നു. ഗവർണർക്കെതിരെ കേസ് പറയാൻ വേണ്ടി 25 ലക്ഷം വരുമാനം, പിന്നെ 15 ലക്ഷം രൂപ വേറെ തരും, 40 ലക്ഷം. ഗവർണർക്കെതിരെ കേസ് പറയാൻ വേണ്ടി 40 ലക്ഷം രൂപ സർക്കാർ ചെലവാക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഉണ്ടാക്കി വെച്ച നിയമസഭ അവർ പാസ്സാക്കിയ നിയമം പ്രാബല്യത്തിലാക്കുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ 40 ലക്ഷം രൂപ ചെലവാക്കിയില്ലെങ്കിൽ ഇവർ ഇറങ്ങിപ്പോകണമെന്നല്ലോ. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന ഒരു നടപടി ഒരാളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്താൽ അതിനെതിരെ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം സർക്കാരിന് തിരിച്ചടിയും. ഏത് സർക്കാരിനാണ് ഈ സർക്കാർ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്നുള്ളതേ ഉള്ളൂ. ഇത് ഈ രാജ്യത്തെ മനുഷ്യർ തെരഞ്ഞെടുത്ത സർക്കാരാണ്. ഈ നിയമങ്ങൾ പാസ്സാക്കുന്നത് സംസ്ഥാന നിയമസഭയാണ്. സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമത്തിനനുസരിച്ച് വൈസ് ചാൻസലർ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇത് ഈ നാട്ടിലെ മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ്. തമിഴ്നാട്ടിൽ ഇന്നലെ MK സ്റ്റാലിൻ്റെ പ്രസ്താവന വളരെ രൂക്ഷമാണ്. ഇത് നടക്കുക എന്ന് പറഞ്ഞു പുള്ളി. അപ്പം അവിടുത്തെ പത്രങ്ങൾ ആരെങ്കിലും എഴുതും സർക്കാർ തിരിച്ചടിയെന്ന്? ഞങ്ങളാരും എഴുതിയില്ല. സർക്കാർ തിരിച്ചടിയല്ല, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് ഏറ്റ തിരിച്ചടിയാണ്, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റ തിരിച്ചടിയാണ്. അതൊക്കെ പിണറായി വിജയൻ ഇനി വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സന്തോഷത്തിലേക്ക് മാറുന്ന ആ ഒരു വൃത്തികെട്ട ഇടതുവിരുദ്ധത, ഇതിൻ്റെ അകത്തൊക്കെ എൻ്റെ പ്രശ്നം വീണ്ടും ഇതിൻ്റെ അകത്ത് ശ്രീജിത്ത് പറഞ്ഞ പോലെ ഒരു സർക്കാരിനെതിരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അത് 9 വർഷം ആകുന്ന ഒരു സർക്കാരിനെതിരെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആക്ഷേപങ്ങൾ നിങ്ങൾക്കുണ്ടാവും സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മുമ്പോട്ട് വെക്കുന്നതിന് പകരം ഇത് ഒരുമാതിരി ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു പ്രത്യേക തരത്തിലുള്ള സന്തോഷം, സർക്കാരിന് തിരിച്ചടി എന്ന് പറഞ്ഞു എഴുതുമ്പോൾ അതെന്ത് വലിയ സന്തോഷമാണെന്നുള്ളതാണ് എനിക്കത്. ഇതിപ്പോൾ LDF സർക്കാർ ഇതിന് ലോകാവസാനം വരെ ഭരിക്കണമെന്നില്ല, അടുത്ത 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു UDF ആണ് വന്നെങ്കിലോ ആ സർക്കാരിന് തിരിച്ചടിയല്ലേ? ആ സർക്കാരിനെ ഒരു UDF സർക്കാരെ വരുന്നെങ്കിൽ ആ സർക്കാരിനെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ലേ? ഇവിടുത്തെ കേരളത്തിലെ സർക്കാരല്ലേ അത്? ആ സർക്കാർ അവിടെ ഇരിക്കും, മുഖ്യമന്ത്രി അവിടെ ഇരിക്കും, പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രി അവിടെ ഇരിക്കും, വേറെ ഇവിടുന്ന് ഒരാൾ വൈസ് ചാൻസലറായിട്ട് വരും. അപ്പൊ ഇതുപോലും വിഷയമല്ല സർക്കാരിന്. മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട്, അവിടെ എല്ലാം ഇത് പ്രശ്നമല്ലേ ഉള്ളത്. നമ്മുടെ ഫെഡറൽ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ GST വന്നതുകൊണ്ട് ഇഫക്റ്റീവ്ലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഒരു യൂണിറ്ററി സ്ട്രക്ചറിലേക്ക് പോവുകയാണ്.
പോലീസിംഗ് നിയമ സംവിധാനവും ഭരണഘടന അനുസരിച്ച് സംസ്ഥാന സ്റ്റേറ്റാണ്. പക്ഷേ NIA-യും പിന്നെ UAPA-യും വഴി അതും ഒരു, കാരണം NIA-ക്ക് കേരളത്തിൽ ഇപ്പോൾ കേസുകൾ അന്വേഷിക്കാം. CBI പോലെയല്ല, NIA-ക്ക് കേരളത്തിൽ UAPA പ്രകാരം കേസുകൾ അന്വേഷിക്കാം. പോലീസിംഗിൽ ഒരു ഭാഗം കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നു. വിദ്യാഭ്യാസത്തിൽ ഭീകരമായിട്ടുള്ള പിന്നെ കടന്നുകയറ്റം നടക്കുകയാണ്. അപ്പം ഈ പാറ്റേണുകളൊന്നും മനസ്സിലാക്കാതെ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ പിണറായി വിജയൻ ഒരു ചാൻസ് പോയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലേക്ക് വരുന്ന അതിവിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്.